മിക്സ് ആനിമേഷന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ചിത്രം എന്ന കവിത വായിച്ചത് ഓർമ്മയുണ്ടോ? ഈ വീഡിയോയിലൂടെ ഒരു ചിത്രം എന്ന കവിതയുടെ വിശദീകരണം, അതുപോലെ തന്നെ കവിത എഴുതിയ മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ ജീവചരിത്ര കുറിപ്പുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഒട്ടും തീർന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഇതാണ് നമ്മുടെ കവിതയുടെ ആദ്യത്തെ പേജിന്റെ വിശദീകരണം. നമുക്ക് ആദ്യം ആ കവിതയൊന്ന് കേൾക്കാം. നീതു കാൺകരാൻ കുഞ്ഞിതാ തൻ കുഞ്ഞിക്കൈയിൽ ചെറിയ പാൽപാത്രവുമായി പൈനെ കാലേ കറന്നീടു അമ്മ തൻ മെയ്യിൻ വലം വശം ചാരി നിൽപ്പൂ. മാതാവോ പൈക്കറ നിർത്തി മണിവള വ്രാതമണിഞ്ഞ വലത്തു കയ്യാൽ പൈതലെ പേർത്തു മണച്ചു ഉണർന്നതിൻ പ്രീതയായി കോൾമയിർ കൊണ്ടിടുന്നു. നമുക്ക് ഇതിന്റെ വിശദീകരണം ഒന്ന് വായിക്കാം. നീ ഇത് കാണുക, ഒരു ആൺകുഞ്ഞ് തൻ്റെ കുഞ്ഞി കയ്യിൽ ഒരു ചെറിയ പാൽപാത്രവുമായി രാവിലെ പശുവിനെ കറന്നുകൊണ്ടിരിക്കുന്ന അമ്മയുടെ വലത്തുഭാഗത്തായി ചാരി നിൽക്കുന്നു. അപ്പോൾ മാതാവ് പശുവിനെ കറക്കുന്ന ജോലി നിർത്തി ഒരു കൂട്ടം വളകളണിഞ്ഞ വലത്തുകൈ കൊണ്ട് പൈതലെ ചേർത്തു പിടിക്കുകയാണ്. അതിൻ്റെ സന്തോഷത്തിൽ ആ അമ്മ കോൾമയിർ കൊണ്ടു. ഇത് അടുത്ത പേജിലെ വിശദീകരണമാണ്. നമുക്ക് ഇതുപോലെ അടുത്ത പേജിലെ കവിതയും ഒന്ന് കേൾക്കാം, അല്ലേ? ചേരുറ്റ പാത്രത്തിൽ അമ്മ നറു ചൂടു പാലു പകർന്നു കൊടുത്തതിനാൽ ബാലന്റെ ചെന്തൊണ്ടി വായ്മലരിൽ ചെറ്റു പാലഞ്ചും പുഞ്ചിരി തഞ്ചിടുന്നു. താമരത്താരിതൾ പോലെ നെടുതായി തൂമയെഴുതിയ കണ്ണിണയിൽ പ്രേമവും ഹർഷവും ഉൾക്കൊള്ളും ഉണ്ണീതൻ ഓമന വക്രമിതെത്ര രമ്യം. എമ്മട്ടെന്നോതുവാനേതു കഴിവില്ല, തമ്മതുരാനനമൊന്നു കണ്ടാൽ അമ്മയ്ക്കു മാത്രമല്ലാർക്കുമേ ചെന്നെടുത്തും വച്ചിടുവാൻ തോന്നുമല്ലോ. കേവല ഭംഗിയ കൊഴുത്തുരുണ്ടുള്ളോരി പൂവൽമൈ പൂൺമോർതാൻ പുണ്യവാന്മാർ ലാവണ്യ ദുഗ്ധം കടഞ്ഞെടുത്തിടീന് തൂവെണ്ണയോ ഇതു തമ്പുരാനെ. വിശദീകരണം. ഉടൻ തന്നെ മനോഹരമായ ആ പാത്രത്തിൽ അമ്മ ചൂടുപാൽ പകർന്നു കൊടുത്തു. തുണ്ടിപ്പഴം പോലെ ചുവന്നു മനോഹരമായ ചുണ്ടിൽ പാലിനെ പോലും വെല്ലുന്ന തരത്തിലുള്ള പുഞ്ചിരി നിറഞ്ഞു. പ്രേമവും ഹർഷവും നിറഞ്ഞു നിൽക്കുന്ന താമരപ്പൂ പോലെ നീണ്ട നല്ല കൺമഷി എഴുതിയ കണ്ണുകളോട് കൂടിയ ഉണ്ണിയുടെ മുഖം എത്ര മനോഹരമാണ്! ഇത് എപ്രകാരമാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ആ മുഖം കണ്ടാൽ അമ്മയ്ക്ക് മാത്രമല്ല ആർക്കും ചെന്നെടുത്ത് ഉമ്മ വച്ചിടുവാൻ തോന്നും. കൊഴുത്തുണ്ട് മനോഹരമായ ഈ പൂമേനി പുണരുന്നവർ പുണ്യവാന്മാരാണെന്നാണ് കവി പറയുന്നത്. സൗന്ദര്യമാകുന്ന പാൽ കടഞ്ഞെടുത്ത വെണ്ണയാണോ ഇത് തമ്പുരാനെ എന്നും പറയുന്നു. കൂട്ടുകാരെ, ഇനി എനിക്ക് ഈ കവിതയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വരികൾ ഞാൻ നിങ്ങൾക്കായി ചൊല്ലാം. നിങ്ങൾക്കും ഈ വരികൾ തന്നെയാണോ ഇഷ്ടമായത്? നമ്മുടെ കവിതയിലെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിലെ അവസാനത്തെ 2 വരികളാണ് ഇഷ്ടപ്പെട്ടത്. നമുക്കാദ്യം ആ കവിതയൊന്ന് വായിക്കാം. ലാവണ്യദുഗ്ധം കടഞ്ഞെടുത്തിടീന തൂവെണ്ണയോ ഇതു തമ്പുരാനെ. എന്താണ് അതിൽ പറയുന്നത്? ലാവണ്യമെന്നാൽ സൗന്ദര്യം, ദുഗ്ധമെന്നാൽ പാൽ, കടഞ്ഞെടുത്ത വെണ്ണയാണോ ഇത് തമ്പുരാനെ എന്നാണ് കവി ചോദിക്കുന്നത്. ലാവണ്യം, സൗന്ദര്യമാകുന്ന പാൽ കടഞ്ഞെടുത്ത വെണ്ണയാണോ ഇത് തമ്പുരാനെ എന്ന് കവി ഇതിൽ പറയുന്നു. എത്ര മനോഹരമായ വരികളാണല്ലേ! നിങ്ങൾക്കും ഈ വരികൾ തന്നെയാണോ ഇഷ്ടമായത്? കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ വിശദീകരണം
ഇനി നമുക്ക് എഴുതിയ മഹാകവി വള്ളത്തോൾ നാരായണ മേനോനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യണ്ടേ? നമുക്ക് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലേക്ക് കടക്കാം. വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോൻ 1879 പൊന്നാനി താലൂക്കിലെ വള്ളത്തോൾ കുടുംബത്തിൽ ജനിച്ചു. അച്ഛൻ ദാമോദരൻ ഇളയത്ത്, അമ്മ കുട്ടിപ്പാറു അമ്മ. അദ്ദേഹം കലാമണ്ഡലത്തിന്റെ സ്ഥാപകനുമാണ്. ആധുനിക മലയാള കവിത്രയങ്ങളിൽ കാവ്യശൈലിയിലെ ശബ്ദ സൗന്ദര്യം കൊണ്ടും സർഗാത്മകത കൊണ്ടും അനുഗ്രഹീതനായ മഹാകവിയായിരുന്നു വള്ളത്തോൾ നാരായണ മേനോൻ. തികഞ്ഞ മനുഷ്യസ്നേഹിയും മതസൗഹാർദ്ദത്തിന്റെ വക്താവും ആയിരുന്നു. മലയാള ഭാഷയെ ലോകത്തിന് മുന്നിൽ ധൈര്യമായി അവതരിപ്പിക്കുകയും മലയാളത്തിന്റെ തനത് കലയായ കഥകളിയെ പരിപോഷിപ്പിക്കുകയും ലോക ജനതയ്ക്ക് മുൻപിൽ സമർപ്പിക്കുകയും അതുവഴി മലയാളവും കഥകളിയും അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധി നേടുകയും ചെയ്തു. സ്വാതന്ത്ര്യ ലബ്ധിക്കായി തൂലിക പടവാളാക്കി മാറ്റി ബ്രിട്ടീഷുകാർക്കെതിരെ സമരകാഹളം മുഴക്കുന്നതിന് ഭാരത ജനതയെ ഒന്നടങ്കം ആവേശഭരിതരാക്കുകയും മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ഗാന്ധിജിയെ ഗുരുനാഥനായി സ്വീകരിക്കുകയും ചെയ്ത മഹാനായിരുന്നു മഹാകവി വള്ളത്തോൾ. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ അച്ഛനും മക്കളും, അഭിവാദ്യം, അല്ലാ, ഇന്ത്യയുടെ കരച്ചിൽ, അങ്ങനെ ഒട്ടേറെ. ഈ മഹാകവി മാർച്ച് 13, 1958 അന്തരിച്ചു. അപ്പോൾ പ്രായം 79. അദ്ദേഹം എഴുതിയ മറ്റനേകം കവിതകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിതയുടെ 2 വരികൾ ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കാം. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള 2 അക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരു ചിത്രം എന്ന കവിതയെ കുറിച്ച് പഠിച്ചല്ലേ? വളരെ രസകരവും അർത്ഥമേറിയതുമായ ആ കവിത നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ നിന്ന് നടക്കുന്നതായിരിക്കും. ഇനിയും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.